Good morning. Today we can start with management accounting. That is an introduction to accounting for management. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് വൺ ഓഫ് ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഡിസിഷൻ മേക്കിംഗ്. സോ ഫോർ മേക്കിംഗ് സച്ച് ഡിസിഷൻസ് മാനേജേഴ്സ് നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മനസ്സിലായല്ലോ? ബിസിനസ്സിന് അതായത് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇസ് നീഡഡ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇറ്റ് ഫെയിൽസ് ടു ഗീവ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ഫെയിൽസ് ടു പ്രൊവൈഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഓൺ കണ്ടിന്യൂസ് ബേസിസ് ടു ഫുൾഫിൽ ദ മാനേജീരിയൽ നീഡ്സ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദീസ് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഈ ലിമിറ്റേഷൻസ് ഒഴിവാക്കിക്കൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ക്യാരിയിങ് ഔട്ട് ദ ഫങ്ഷൻസ് മോർ എഫിഷ്യൻ്റ്ലി. അതായത് ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് അവരുടെ ഫങ്ഷൻ സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ടാസ്ക് ഓഫ് കളക്റ്റിംഗ്, കൊളാക്റ്റിംഗ് ആൻഡ് കൺവേർട്ടിംഗ് ദ ഡാറ്റ ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആസ് വെൽ ആസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റംസ് ഇൻ ടു മീനിങ് ഇൻഫർമേഷൻ ഫോർ മാനേജറിയൽ യൂസ്. അതായത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും റെലവൻറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് മാനേജറിയൽ യൂസിന് ഉതകുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു എനി ആൻഡ് എവറി അക്കൗണ്ടിംഗ് ടെക്നിക് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഇൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ്, നെയിംലി പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എൻഷുറിങ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ ഡെഫിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡീൽസ് വിത്ത് പ്രസൻറ്റിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ to management in a systematic way so that it can perform its management functions of planning, controlling, decision making in an effective and efficient manner. Okay, one more definition is given. Robert Anthony's definition idana. According to him, management accounting is concerned with അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഇസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഏത് രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഇൻഫർമേഷൻസ് ആണോ ആ ഇൻഫർമേഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, വൺ മോർ ഡെഫിനേഷൻ ഇസ് ഗിവൺ. അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ്റെ ഡെഫിനേഷനും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് techniques and concepts in processing historical and projected economic data of an entity to assist management in establishing plans for reasonable economic objectives and in the making of rational decisions with a view towards these objectives. അതായത് മാനേജ്മെൻറ്റ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചില ടെക്നിക്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഹിസ്റ്റോറിക്കൽ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഏതിലേക്ക് മാറ്റുക ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എന്താക്കി റാഷണൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഹിസ്റ്റോറിക്കൽ ഡാറ്റനെ എന്ത് ചെയ്യുന്നു? അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് ആൻഡ് കോൺസെപ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സി. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എന്താ പറയുക, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ യൂസ്ഫുൾ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്.
ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇറ്റ് മേക്സ് അവൈലബിൾ യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ബേസ് വെച്ചും കൊണ്ടാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. സോ ഇറ്റ് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. Then decision making, that is the main objective of management accounting, to provide necessary information to top management for taking various decisions. Then മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റഡീസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. നമ്മളിപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ അങ്ങനെയൊന്നും നോക്കുന്നില്ല. എത്രയാണ് സെയിൽസ്, എത്രയാണ് പ്രോഫിറ്റ്, അത് മാത്രം നോക്കുക ചെയ്യുന്നത്. അപ്പം ചിലപ്പം ഒരു 5 years സ്റ്റഡി നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവാം, ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ പല. അപ്പോൾ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പും കൂടെ അനലൈസ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനലൈസസ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ലോസ് ആണെങ്കിൽ ദ റീസൺസ് ഫോർ ദ ലോസ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ്. ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോഫിറ്റ് ആർ അനലൈസ്ഡ്. ഓക്കെ. Then another feature is it uses special techniques and concept. അതായത് ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് മാത്രമായിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ടു മേക്ക് അക്കൗണ്ടിങ് ഡാറ്റ മോർ യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ്. അതിൽ ആ എന്തൊക്കെയാണോ ടെക്നിക്സ് എന്നുള്ളതാണ് നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഇതിൽ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എക്സെട്ര. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചിലതെല്ലാം കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കിയെ നമ്മൾ ഈ 5th സെമ്മിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ. ദെൻ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ഫിഗേഴ്സ് മാത്രം എടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഓൾസോ കൺസിഡേർഡ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഡിസിപ്ലിൻസ് എന്നാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് എക്സെട്ര. സോ ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ദെൻ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് ദ ഫ്യൂച്ചർ ഓപ്പറേഷൻ. സോ ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. അതായത് നമ്മൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഭാവിയിൽ ഇനിയും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് ഉണ്ടാവുകയാണ്, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് എൻ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. വേറൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിലും പറയാം. അനദർ ഫീച്ചർ ഇസ് നോ ഫിക്സഡ് ഫോംസ് ഫോളോഡ്. അതായത് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തില്ല, ദർ ഇസ് നോ സ്പെസിഫിക് റൂൾസ് ആർ ഫോളോഡ്. ഓക്കെ. ഒരു റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല. ദെൻ ഇറ്റ് അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ എ നമ്പർ ഓഫ് വേയ്സ്. അതായത് മാനേജ്മെൻറ്റ് ഫങ്ഷൻ സ്മൂത്തായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇതും ഏതിൽ നിന്നുണ്ട് എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് മാനേജ്മെൻറ്റ്. ദെൻ ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു സെലക്ട് ദാറ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഇസ് മോർ പ്രോഫിറ്റബിൾ. ഓക്കെ. സോ ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ബിസിനസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമുക്ക് നാളെ